ഇന്ന് രാവിലെ തന്നെ സൗദിയിൽ ഒരു കോള്. ഖുർആനും ഹദീസൊക്കെ നിലവിൽ ലഭ്യമാണല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ മദ്ഹബുകളെ ഫോളോ ചെയ്യുന്നത്? അതേ നാണയത്തെ ഞാൻ തിരിച്ചു വെച്ച് ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ, പ്ലാസ്റ്റിക് സർജറിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ? അപ്പൊ മുമ്പേക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മാഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ ഖുർആൻ പറഞ്ഞേ ഒരു കാര്യം ഖുർആനിൽ പറയാതെ ഒഴിച്ചു വിട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നുണ്ട് എന്നുള്ള അള്ളാഹ്ക്ക് അറിയാതെ പോയോ? മൂപ്പരിഞ്ഞോട് ചോദിക്കണേ, നിങ്ങളെന്താ പറഞ്ഞിരുന്നേ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാവില്ല എന്നാണോ? ഖുർആൻ എല്ലാവർക്കും വേണ്ടി ഇറങ്ങിയതല്ലേ? ഇത് പല ആൾക്കാർക്കുള്ള സംശയമാണ്. ഈ സംശയം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞത് വഅൻസൽനാ ഇലൈക ദിക്റ, നബിയെ തങ്ങളിലേക്കാണ് നാം ഖുർആൻ ഇറക്കിയത്. എന്തിനു വേണ്ടി? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്ക് വേണ്ടി ഇറങ്ങിയതായി ഖുർആൻ തങ്ങൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഈ ഖുർആനെ മനസ്സിലാക്കാൻ പറ്റിയ ആളുകൾ ആരാ? അതും ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ. അൽഫ്ലാം ഇട്ടിട്ട് അൽ ഖൽബ് എന്നല്ല പറഞ്ഞത്, ഖൽബിനെ നെക്കിറാക്കിയിട്ട് പറഞ്ഞ വലിയ ഖൽബുള്ള ആള്. ആ കൽബിനെ വർണ്ണിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അത് മുജ്തഹിദീകളായ ഇമാമിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഇബ്നു തൈമിയ പോലും പറഞ്ഞത് ഖുർആൻ ഇസ്തിംബാത്ത് ചെയ്യാൻ ന്യായോഗ്യനല്ല. ഒരാൾക്ക് ഖുർആൻ ഇസ്തിംബാത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14ഓളം ഇൽമുകൾ അവൻ സ്വായത്തമാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തെ 4 ഉലൂമുൽ അറബി ഭാഷ അറിഞ്ഞിരിക്കണം. അറബി ഭാഷ മറ്റുള്ള ഭാഷകളെ പോലെയല്ല. ഇമാം ഷാഫി റളിയല്ലാഹു ജനിക്കുന്നതന്നെ അറബിയായിട്ടാണ്. അതും അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് അറബി സംസാരിക്കുന്ന ഖുറൈശിയായിട്ടാണ് ജനിക്കുന്നത്. എന്നിട്ട് പോലും 20 വർഷം അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ചുറ്റി നടന്നതാണ്. ഓരോ നാട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ മലയാളം തന്നെ 14 ജില്ലകളുടെ അതിനേക്കാൾ കൂടുതൽ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ വടകര നാദാപുരം ഭാഗത്ത് വെച്ച് നിൽക്കാലെ കൊതണ്ടല്ലോ പറഞ്ഞാൽ ഓനിക്കാലെ ഹാപ്പിയോ, കാരണം കൊതം എന്ന് പറഞ്ഞാൽ അവിടെ പവറിനെ പറയാം. എന്നാൽ അതേ വാക്ക് തെക്കൻകാരോട് പോയി പറഞ്ഞാൽ അവരെ പെരുമാറലുണ്ടാകാം, കാരണം അവിടെ കൊതം എന്ന് പറഞ്ഞാൽ പൃഷ്ഠത്തിനാണ് പറയാം. പിന്നെ ഈ വഹാബികൾ ചോദിക്കും, ഇമാം ഷാഫിയെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാ സ്വഹൽ ഹദീസു ഫഹുവ മദബിയുൻ ദഉ മാ ഖുൽതുഹു, ഞാൻ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾക്ക് സ്വയ്യ ഹദീസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ വാക്കിനെ ഒഴിവാക്കിയിട്ട് അത് സ്വീകരിച്ചോളി. ഷാഫി ഇമാമിന്റെ ഈ ഒരു വാക്കിന്റെ പേരിൽ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു വാക്കിന്റെ പേരിൽ കിതാബുകൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വലിയ പണ്ഡിതനായിരുന്നു അബുൽ വലീദ്. മുമ്പ് ഈ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് കൊണ്ട് ഒരു ഹുക്ം പറയാണ്. എന്താ ഹദീസ്? അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്ത ആളുടെയും ചെയ്യപ്പെട്ട ആളുടെയും നോമ്പ് മുറിയും. ഷാഫി മതപ്രകാരം നോമ്പ് മുറിയില്ല. മുമ്പ് ഒരു ഹുക്ം പറയാണ് നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്യാൻ പാടില്ല. അപ്പൊ ആ കാലത്തുള്ള പണ്ഡിതന്മാരെ എതിർത്തു. അബുൽ വലീദ് ഈ ഹുക്ം പറയാൻ പറ്റില്ല. ഈ ഹദീസ് ഇമാം ഷാഫി കണ്ടതാണ്. ഇമാം ഷാഫിക്ക് വേറൊരു ഹദീസും കൂടി കിട്ടിയതുകൊണ്ടാണ് നോമ്പുകാരൻ ഹിജാമ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതേത് ഹദീസ്? റസൂലുള്ളാഹി തങ്ങളെ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹദീസ് ഇമാം ഷാഫി കിട്ടിയതുകൊണ്ട് തന്നെ അഫ്തറൽ ഹാജിം വൽ മഹ്ജൂം എന്നുള്ള ഹദീസ് മൻസൂഖാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഹദീസ് കൊണ്ട് ഹുക്ം പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ജ്ഞാനങ്ങളും അവന് വേണം. ആ ഹദീസ് മൻസൂഖാണോ, ഇത് എപ്പോ പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്, ആദ്യം പറഞ്ഞത് ഏതാ, പിന്നീട് പറഞ്ഞത് ഏതാ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. വഹാബികൾ വലിയ പവറായിട്ട് പറയണേ ആയിരക്കണക്കിന് മുജ്തഹിദുകളെ നമ്മൾ ലോകത്തിന് സമ്മാനിച്ചു. പെയിന്റ് പണിക്ക് പോണ ഷമ്മാസും പറയും ഞാനും മുജ്തഹിദാണ്. ആരോടെ തുല്യപ്പെടുത്തുന്നത്? ഇമാം ഷാഫിയോടെ തുല്യപ്പെടുത്തുന്നത്. പെയിന്റ് പണി മോശമാക്കി പറഞ്ഞല്ല, പെയിന്റ് പണി നല്ല അന്തസ്സുള്ള പണിയാണ് കുടുംബം പോറ്റാനാണെങ്കിൽ.